ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഫാമിലി ആയിട്ട് ഇന്ന് സ്ഥലം വരെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഷെയർ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോസിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം നമുക്ക് പുതിയ കണ്ടൻറ്റും കാര്യങ്ങളും നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ ഒരു ഇൻട്രസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ വിലയേറെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എന്താണ് കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് വീഡിയോസിൽ തുടർന്ന് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോയാലോ. രാവിലെ ഒരു 5 മണി 5:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിരുന്നു കേട്ടോ. എറണാകുളത്തേക്കായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാനും വേണ്ടിയാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഓൾ ഫാമിലി ഉണ്ടായിരുന്നു. ഉമ്മയും ഉപ്പയും അനിയനും അനിയത്തിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളെ ഫാമിലീൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് മൊമെൻ്റ് എന്ന് പറയാം. ആ ഒരു ടൈം തന്നെ ആയിരുന്നു. എൻ്റെയും എൻ്റെ ഫാമിലീൻ്റെയും ഒരു സ്വപ്നത്തിൻ്റെ ചുവടുവെപ്പാണ് കേട്ടോ ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പിയസ്റ്റ് മൊമെൻറ്റിലൂടെയാണ് കേട്ടോ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ കൂട്ട് സെർമണി നടക്കാൻ പോവുകയാണ്. അവന് MBBS എടുക്കണം, ഡോക്ടർ ഫീൽഡിലേക്ക് പോകണം എന്നില്ല പണ്ടേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചുവടുവെപ്പാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് എറണാകുളത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു MBBS എടുക്കണം, ആ ഫീൽഡായിട്ട് മുന്നോട്ട് പോകണമെന്ന്. അപ്പോൾ അവന് ഫസ്റ്റ് ടൈമിലേ പറയായിരുന്നു എനിക്ക് ഈ ഒരു ഫീൽഡ് മതി, എന്തായാലും ഞാൻ ഇതാണ് എനിക്ക് താല്പര്യം എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. പക്ഷെ അന്നൊന്നും നമ്മൾ അത്ര കാര്യമാക്കിയിരുന്നില്ല. പിന്നെ ഇതിൽ ഉറച്ച് നിൽക്കുകയാണെന്ന് വെച്ചപ്പോൾ പിന്നെ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ് അവന് നീറ്റ് ട്രൈ ചെയ്തിരുന്നു കേട്ടോ. പിന്നെ കിട്ടാത്തപ്പോൾ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, അബ്രോഡ് നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ സീറ്റും കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഏജൻസി വഴിയാണ് സീറ്റും കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അവരെ ഒരു ഗ്രാൻഡ് ഫംഗ്ഷനാണ് കേട്ടോ ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഫംഗ്ഷന് വരുന്നത് എറണാകുളത്തുള്ള ഗോകുലം കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾ ഫാമിലിക്ക് ഒരു പ്രത്യേക ഒരു സന്തോഷം തരുന്നൊരു നിമിഷമായിരുന്നു കേട്ടോ. കാരണം നമ്മളെ ഫാമിലിയിൽ നിന്ന് ഒരു ഫസ്റ്റ് ടൈമിലാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഒരാൾ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പറയായിരുന്നു ഈ ഒരു ഫീൽഡ് വേണോ, കയ്യോ, എന്താണ് നമുക്ക് വേറെ എന്തെങ്കിലും നോക്കിയാൽ മതിയോ എന്നൊക്കെ ഒരുപാട് ആൾക്കാരെ വാക്കുകളും കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. ഞങ്ങൾ ഓൾ ഫാമിലി അവന് ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ ഒരുപാട് ഒരു റിച്ച് ഫാമിലിയോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഒരു നോർമലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മളോട് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊക്കെ എല്ലാവർക്കും ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ നമ്മളതൊന്നും നോക്കിയില്ല. അലല്ല അതൊക്കെ പഠിച്ചവൻ്റെ അടുത്തല്ലേ. അപ്പോൾ രണ്ടും കൽപ്പിച്ച് പിന്നെ അവൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു ഫീൽഡ് തന്നെ അവന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് സാധിക്കുന്ന അവന് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാൾ എന്താണോ താല്പര്യപ്പെടുന്നത് നമ്മൾ നല്ലതാണെങ്കിൽ അത് നടത്തി കൊടുക്കണം എന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവൻ്റെ ആഗ്രഹത്തിൻ്റെ പിന്നാലെയാണ് കേട്ടോ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നല്ലേക്കിനാവട്ടെ. എല്ലാവരുടെ ദുആവും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവണം കേട്ടോ. 10:30 തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ് കേട്ടോ ഫംഗ്ഷന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് സുബഹ് ഒരു 5 മണി 5:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. കറക്റ്റ് ടൈമിൽ ഞങ്ങൾ അവിടെ എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഓരോ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരെ ഏജൻസിയിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ളൊരു കോട്ട് സെർമണി ആയിരുന്നു അവിടെ നടന്നിരുന്നത്. നമ്മളെ കേരളത്തിൽ നിന്നും തമിഴ്നാട്, ബാംഗ്ലൂർ അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്നില്ല സ്റ്റുഡൻസും അവരുടെ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഫംഗ്ഷനിൽ.
പിന്നെ ഞങ്ങൾ അവിടെ എത്തി തന്നെ ആദ്യം അവിടെ നമ്മൾ ചെന്നതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. രജിസ്ട്രേഷനും കാര്യങ്ങളും കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അവിടെ സ്റ്റുഡൻസിനിലെ കോട്ടും ടെലസ്കോപ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ മെയിൻ ഹാൾക്ക് പോകേണ്ടത്. അവിടെയാണ് മെയിൻ ഹാളിലാണ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മക്കളൊക്കെ എല്ലാവരും മാമനെ ഈ ഒരു ഡ്രസ്സിങ്ങിൽ കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയിലാണ്. അപ്പോൾ ടെലസ്കോപ്പും കാര്യങ്ങളൊക്കെ അവർ പിടിച്ച് വെച്ച് നോക്കുക. അതൊക്കെ അവർക്കൊക്കെ ഇതൊരു ഫസ്റ്റ് ടൈമിലാണ് കേട്ടോ എക്സ്പീരിയൻസ്. അവർക്ക് മാത്രമല്ല എനിക്കായാലും എൻ്റെ ഓൾ ഫാമിലിക്കായാലും ഇതൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ അവിടുന്ന് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ പിന്നെ മെയിൻ ഹാളിലേക്ക് പോയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേനെങ്കിലും ഒരുപാട് ഫാമിലീസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷൻ സ്റ്റാർട്ട് ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ തുടങ്ങി ലാസ്റ്റിലാണ് കേട്ടോ ഇവരെ കൂട്ടിൻ്റെ അണിയിക്കണ ടൈം വന്നിട്ടുണ്ടായിരുന്നത്. ഇവരെ ഇനാഗുറേഷൻ പരമായിട്ടില്ലേ കുറേ ചടങ്ങുകളും കാര്യങ്ങളും സ്പീച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ ഒരു ടൈം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം കുറച്ച് സ്റ്റുഡൻസിനെ അവിടെ സ്റ്റേജിൽ വെച്ചിട്ട് അവിടെ വലിയ ഡോക്ടേഴ്സ്മാരാണ് കേട്ടോ കോട്ട് അണിയിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള സ്റ്റുഡൻസിന് അവരെ പേരൻസ് തന്നെയായിരുന്നു കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഉമ്മയും ഉപ്പയൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ്. അവരെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് ഭയങ്കര ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ആയൊരു ടൈമായിരുന്നു കേട്ടോ. പിന്നെ അവരെ സ്റ്റുഡൻസിൻ്റെ ഫോട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനും വേണ്ടി ഫുഡിൻ്റെ ഹാളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ശരി, ബായ്.